2011 എൽ ഡി സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധവും നമുക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം, വിലയിരുത്താം. അതിൽ 2021 നടക്കാൻ പോകുന്ന പ്രിലിമിനറി എക്സാമിന് അതിൽ നിന്ന് എത്രത്തോളം ചോദ്യങ്ങൾ നമ്മളുടെ മുൻകാല എൽ ഡി സി ചോദ്യങ്ങൾ ചോദിക്കേണ്ട സാധ്യത ഉണ്ടെന്നും അതിൽ നിന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെയാണെന്ന് പഠിച്ചു നോക്കാം. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് എൽ ഡി സി പോലത്തെ എക്സാമിന് കൂടുതലൊരു 40-50% ചോദ്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യനകത്ത് പഠിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് ആൻസർ പഠിച്ചെടുക്കുക. കാരണം ഒരു ഡൗട്ടില്ലാതെ ക്ലിയർ ആയിട്ട് പഠിച്ചാൽ അത് 100% അതിനകത്ത് നമുക്ക് അതിനുള്ളൊരു ബെനിഫിറ്റ് കിട്ടും. ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ ഈ ക്ലാസ് ആരംഭിക്കാനും ശ്രദ്ധിച്ചോണം. ഭൂമിയുടെ ഏകദേശം ശരാശരി താപനില എത്രയാണ്? 16 ഡിഗ്രി സെൽഷ്യസ്. ഭൂമിയുടെ ഏകദേശ ശരാശരി താപനില എത്രയാണ്? 16 ഡിഗ്രി സെൽഷ്യസ്. വിക്ടോറിയ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സാംബസി? ഓർമ്മിക്കണം, വിക്ടോറിയ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സാംബസി? ആമസോൺ നദി ഏത് സമുദ്രത്തിലാണ് പതിക്കുന്നത്? അറ്റ്ലാന്റിക് ഓഷൻ. ഓർമ്മിക്കണം, ആമസോൺ നദി ഏത് സമുദ്രത്തിലാണ് പതിക്കുന്നത്? അറ്റ്ലാന്റിക് ഓഷൻ. ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലുമായി സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? പുലിക്കാട്ട് തടാകം. ഓർമ്മിക്കണം, ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലുമായി സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? പുലിക്കാട്ട് തടാകം. ലാട്രൈറ്റ് മണ്ണിൻ്റെ നിറം ഏതാണ്? തവിട്ട്. ഓർമ്മിക്കണം, ലാട്രൈറ്റ് മണ്ണിൻ്റെ നിറം ഏതാണ്? തവിട്ട് നിറം. ധൂമകേതുക്കളിൽ അടങ്ങിയിരിക്കുന്നത് ഡാഷാണ്? ഐസാണ്. ഓർമ്മിക്കണം, ധൂമകേതുക്കൾ അടങ്ങിയിരിക്കുന്നത് ഡാഷാണ്? ഐസ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്ന ഭൂഖണ്ഡം ഏതാണ്? ആഫ്രിക്ക. ഓർമ്മിക്കണം, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്ന ഭൂഖണ്ഡം ഏതാണ്? ആഫ്രിക്ക. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത്? അറബി. ഓർമ്മിക്കണം, മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത്? അറബി. ഇന്ത്യയിൽ എത്ര ടൈം സോൺ അല്ലെങ്കിൽ സമയമേഖലയുണ്ട്? 1. ഓർമ്മിക്കണം, ഇന്ത്യയിൽ എത്ര സമയമേഖലയുണ്ട്? 1. പാൻചിയ എന്ന ബൃഹത് ഭൂഖണ്ഡത്തെ വലയം ചെയ്തിരിക്കുന്ന സമുദ്രം ഏതാണ്? പന്തലാസ്. ഓർമ്മിക്കണം, പാൻചിയ എന്ന ബൃഹസ് ഭൂഖണ്ഡത്തെ വലയം ചെയ്തിരിക്കുന്ന സമുദ്രം ഏതാണ്? പന്തലാസ. ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന നക്ഷത്രം ഏതാണ്? ശുക്രൻ. ഓർമ്മിക്കണം, ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന നക്ഷത്രം ഏതാണ്? ശുക്രൻ. അന്തരീക്ഷമർദ്ദം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഏകകം ഏതാണ്? മില്ലിബാർ. ഓർമ്മിക്കണം, അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ഏതാണ്? മില്ലിബാർ. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഗ്രഹം ഏതാണ്? ഭൂമി. ഓർമ്മിക്കണം, സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഗ്രഹം ഏതാണ്? ഭൂമി. ഏറ്റവും കൂടുതൽ പ്രകാശമാനമായ ഗ്രഹം ഏതാണ്? ശുക്രൻ. ഏറ്റവും കൂടുതൽ പ്രകാശമാനമായ ഗ്രഹം ഏതാണ്? ശുക്രൻ. ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്ന ഗ്രഹം ഏതാണ്? ചൊവ്വ. ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്ന ഗ്രഹം ഏതാണ്? ചൊവ്വ. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധനും ശുക്രൻ. ഓർമ്മിക്കണം, ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധനും ശുക്രൻ. ഭൂമിയെ സ്വയം ഭ്രമണ വേഗത അല്ലെങ്കിൽ ഭൂമധ്യരേഖ പ്രദേശങ്ങൾ എത്രയാണ്? 1680 km/മണിക്കൂർ. ഭൂമിയുടെ സ്വയം ഭ്രമണ വേഗത ഭൂമധ്യരേഖ പ്രദേശങ്ങൾ എത്രയാണ്? 1680 km. ശുദ്ധമായ ജലം ഏതാണ്? മഴവെള്ളം. ഓർമ്മിക്കണം, ശുദ്ധമായ ജലം ഏതാണ്? മഴവെള്ളം. വാഹനങ്ങളിൽ റേഡിയേറ്റർ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? എഞ്ചിൻ തണുപ്പിക്കാൻ. ഓർമ്മിക്കണം, വാഹനങ്ങളിൽ റേഡിയേറ്റർ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? എഞ്ചിൻ തണുപ്പിക്കാൻ. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലവണം ഏതാണ്? സോഡിയം ക്ലോറൈഡ്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലവണം ഏതാണ്? സോഡിയം ക്ലോറൈഡ്. രക്തത്തിൻ്റെ പ്ലാസ്മയുടെ നിറം ഏതാണ്? ഇളമഞ്ഞ. രക്തത്തിലെ പ്ലാസ്മയുടെ നിറം ഏതാണ്? ഇളമഞ്ഞ. വായുവിലൂടെ പകരുന്ന രോഗം ഏതാണ്? അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തിരിച്ചു വയ്ക്കും, ക്ഷയം ബാധിക്കുന്നത് എങ്ങനെയാണ്? വായുവിലൂടെ. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ന്യൂക്ലിയസ്. ഓർമ്മിക്കണം, ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ന്യൂക്ലിയസ്. വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അസറ്റിലിനും ഓക്സിജനും. ഓർമ്മിക്കണം, വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? അസറ്റിലിൻ ആൻഡ് ഓക്സിജൻ. ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകതയുള്ള ലോഹം ഏതാണ്? വെള്ളി. ഓർമ്മിക്കണം, ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകതയുള്ള ലോഹം ഏതാണ്? വെള്ളി. എല്ലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം ഏതാണ്? കാൽസ്യം. ഓർമ്മിക്കണം, എല്ലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം ഏതാണ്? കാൽസ്യം. വളർച്ചയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഓർമ്മിക്കണം, വളർച്ചയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്ക്. ഓർമ്മിക്കണം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്ക്. ശരീരഭാഗങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന ശസ്ത്രക്രിയ ശാഖ അറിയപ്പെടുന്ന പേര് പ്ലാസ്റ്റിക് സർജൻ. ഓർമ്മിക്കണം, ശരീരഭാഗങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന ശസ്ത്രക്രിയ ശാഖ അറിയപ്പെടുന്ന പേര് പ്ലാസ്റ്റിക് സർജറി. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ. ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ചികിത്സാ രീതി ഏത് രോഗത്തിനാണ് ഫലപ്രദമുള്ളത്? അതിസാരം. ഓർമ്മിക്കണം, ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ചികിത്സാ രീതി ഏത് രോഗത്തിനാണ് ഫലപ്രദമുള്ളത്? അതിസാരം. ന്യൂക്ലിയർ റിയാക്ടറിൽ നിയന്ത്രണ ദണ്ഡായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ബോറോൺ. ന്യൂക്ലിയർ റിയാക്ടറിൽ നിയന്ത്രണ ദണ്ഡായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ബോറോൺ. രക്തം കട്ടപിടിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ. ദ്രാവക രൂപത്തിലുള്ള ലോഹം ഏതാണ്? രസം അല്ലെങ്കിൽ മെർക്കുറി. ഓർമ്മിക്കണം, ദ്രാവക രൂപത്തിലുള്ള ലോഹം ഏതാണ്? മെർക്കുറി അല്ലെങ്കിൽ രസം. സാധാരണ റബ്ബറിനെ ഏതുമായി ചൂടാക്കിയാണ് വാൽക്കനൈസേഷൻ നടത്തുന്നത്? സൾഫർ.
സാധാരണ റബ്ബറിനെ ഏതുമായി ചൂടാക്കിയാണ് വാൽക്കനൈസേഷൻ നടത്തുന്നത്? സൾഫർ. സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? സ്വർണം. ഓർമ്മിക്കണം, പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? സ്വർണം. വനസ്പതി നെയ്യ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. ഓർമ്മിക്കണം, വനസ്പതി നെയ്യ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. വായുവിൽ സ്വതന്ത്രമായി കാണപ്പെടാത്ത വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓർമ്മിക്കണം, വായുവിൽ സ്വതന്ത്രമായി കാണപ്പെടാത്ത വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അന്നജത്തിൽ അയഡിൻ ലായനി ചേർക്കുമ്പോൾ ഡാഷ് നിറം ലഭിക്കുന്നു? നീല. ഓർമ്മിക്കണം, അന്നജത്തിൽ അയഡിൻ ലായനി ചേർക്കുമ്പോൾ ലഭിക്കുന്ന നിറമേതാണ്? നീല. രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ ഡാഷ് എന്ന് പറയുന്നു? അഭികാരകങ്ങൾ. ഓർമ്മിക്കണം, രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ ഡാഷ് എന്ന് പറയുന്നു? അഭികാരകങ്ങൾ. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം ഏതാണ്? ഉപ്പുവെള്ളം. ഓർമ്മിക്കണം, വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം ഏതാണ്? ഉപ്പുവെള്ളം. ഗാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുത പ്രവാഹത്തിൻ്റെ വോൾട്ടേജ് എത്രയാണ്? 230 240 വോൾട്ട്സ്. ഓർമ്മിക്കണം, ഗാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുത പ്രവാഹത്തിൻ്റെ വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ട്സ്. പരിസര മലിനീകരണം സൃഷ്ടിക്കാത്ത ഒരു വാഹനം ഏതാണ്? സൈക്കിൾ. ഓർമ്മിക്കണം, പരിസര മലിനീകരണം സൃഷ്ടിക്കാത്ത ഒരു വാഹനം ഏതാണ്? സൈക്കിൾ. ദ്രവ്യവും ഊർജ്ജവും തമ്മിലുള്ള ബന്ധം സ്ഥാപിച്ച ശാസ്ത്രജ്ഞനാരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഓർമ്മിക്കണം, ദ്രവ്യവും ഊർജ്ജവും തമ്മിലുള്ള ബന്ധം സ്ഥാപിച്ച ശാസ്ത്രജ്ഞനാരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ആറ്റം എന്ന് പേര് നൽകിയതാരാണ്? ജോൺ ഡാൾട്ടൺ. ഓർമ്മിക്കണം, ആറ്റം എന്ന് പേര് നൽകിയതാണ് ജോൺ ഡാൾട്ടൺ. ഒരു ഹൈഡ്രജൻ തന്മാത്രയിൽ എത്ര ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു? 2. ഓർമ്മിക്കണം, ഒരു ഹൈഡ്രജൻ തന്മാത്രയിൽ എത്ര ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു? 2. മുറൈ ഏത് മൃഗത്തിൻ്റെ സങ്കര ഇനമാണ്? എരുമ. ഓർമ്മിക്കണം, മുറൈ ഏത് മൃഗത്തിൻ്റെ സങ്കര ഇനമാണ്? എരുമ. മനുഷ്യൻ്റെ നട്ടൽ എത്ര കശേരുക്കൾ ചേർന്നതാണ്? 33. ഓർമ്മിക്കണം, മനുഷ്യൻ്റെ നട്ടൽ എത്ര കശേരുക്കൾ ചേർന്നതാണ്? 33. രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ. രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ. കോഴ്സിയോർക്കർ എന്നത് ഒരു ഡാഷാണ്? ഒരു രോഗം. ഓർമ്മിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കോഴ്സിയോർക്കർ എന്നത് ഒരു ഡാഷാണ്? ഒരു രോഗം. ന്യൂക്ലിയർ റിയാക്ടറിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ഗ്രാഫൈറ്റ്. ന്യൂക്ലിയർ റിയാക്ടറിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ഗ്രാഫൈറ്റ്. ന്യൂട്രോണിലെ വലിച്ചെടുക്കാൻ കഴിവുള്ള ലോഹം ഏതാണ്? കാഡ്മിയം. ഓർമ്മിക്കണം, ന്യൂട്രോണിനെ വലിച്ചെടുക്കാൻ കഴിവുള്ള ലോഹം ഏതാണ്? കാഡ്മിയം. ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം ഡേഷാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓർമ്മിക്കണം, ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ജഡത്വം എന്ന ആശയം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാരാണ്? ഗലീലിയോ ഗലീലി. ഓർമ്മിക്കണം, ജഡത്വം എന്ന ആശയം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാരാണ്? ഗലീലിയോ ഗലീലി. AC DC ആക്കാൻ ഉപയോഗിക്കുന്ന പ്രവർത്തനം ഏതാണ്? റെക്ടിഫിക്കേഷൻ. ഓർമ്മിക്കണം, AC DC ആക്കുന്ന റെക്ടിഫിക്കേഷനും DC AC ആക്കുന്നത് ഓസിലേഷനും. ഓർമ്മിക്കണം, AC DC ആക്കുന്നത് റെക്ടിഫിക്കേഷൻ. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള താപനില എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. ഓർമ്മിക്കണം, ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള താപനില എത്ര ഡിഗ്രിയാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഓർമ്മിക്കണം, ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ്? ഹൈഡ്രജൻ. കൊതുകുകൾ പരത്തുന്ന ഒരു പ്രധാനപ്പെട്ട രോഗം ഏതാണ്? മന്ദരോഗം. ഓർമ്മിക്കണം, കൊതുകുകൾ പരത്തുന്ന രോഗം ഏതാണ്? മന്ദരോഗം. മദ്യപാനം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? കരൾ. മദ്യപാനം ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് ബാധിക്കുന്നു? കരൾ. രക്തത്തിന് ചുവപ്പുറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഹീമോഗ്ലോബിൻ. രക്തത്തിന് ചുവപ്പുറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഹീമോഗ്ലോബിൻ. ഒരു കുതിരശക്തി എത്ര വാട്ട്സിന് തുല്യമാണ്? 746 വാട്ട്സ്. ഓർമ്മിക്കണം, ഒരു കുതിരശക്തി എത്ര വാട്ട്സിന് തുല്യമാണ്? 746 വാട്ട്സ്. സെമി കണ്ടക്ടറുകൾക്ക് ഉദാഹരണം ഏതാണ്? ഓർമ്മിക്കണം, സെമി കണ്ടക്ടറായിട്ട് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ജർമേനിയം. സൂര്യപ്രകാശ സ്പെക്ട്രത്തിൽ എത്ര നിറങ്ങളുണ്ട്? 7. ഓർമ്മിക്കണം, സൂര്യപ്രകാശ സ്പെക്ട്രത്തിൽ എത്ര നിറങ്ങളുണ്ട്? 7. പാലിൽ 80 മുതൽ 88% വരെ എന്താണ്? ജലം. ഓർമ്മിക്കണം, പാലിൽ 80 മുതൽ 88% വരെ ജലം. ഏത് മൂലകത്തിൻ്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം? ഹൈഡ്രജൻ. ഓർമ്മിക്കണം, ഏത് മൂലകത്തിൻ്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം? ഹൈഡ്രജൻ. പേപ്പട്ടി വിഷം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? തലച്ചോറ്. ഓർമ്മിക്കണം, പേപ്പട്ടി വിഷം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? തലച്ചോറ്. മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റൽ വിഷം ബാധിക്കുന്ന പ്രധാന അവയവം ഏതാണ്? തലച്ചോറ്. ഓർമ്മിക്കണം, മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റൽ വിഷം ബാധിക്കുന്ന പ്രധാന അവയവം ഏതാണ്? തലച്ചോറ്. ശംഖുവരയൻ പാമ്പിൻ്റെ കടിയേറ്റൽ ബാധിക്കുന്നത് എവിടെയാണ്? ലങ്സിനെയാണ്. ഓർമ്മിക്കണം, ശംഖുവരയൻ പാമ്പിൻ്റെ കടിയേറ്റൽ വിഷം ബാധിക്കുന്ന അവയവം ഏതാണ്? ലങ്സ്. ജീവൻ്റെ ഏറ്റവും ചെറിയ ഘടകം ഏതാണ്? കോശം. ഓർമ്മിക്കണം, ജീവൻ്റെ ഏറ്റവും ചെറിയ ഘടകം ഏതാണ്? കോശം. സ്റ്റോറേജ് ബാറ്റിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ലെഡ്. ഓർമ്മിക്കണം, സ്റ്റോറേജ് ബാറ്റിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ലെഡ്. കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണ മാറ്റിവെക്കുന്ന നേത്രം ഭാഗം ഏതാണ്? കോർണിയ. ഓർമ്മിക്കണം, കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ സാധാരണയായി മാറ്റിവെക്കുന്ന നേത്രഭാഗം ഏതാണ്? കോർണിയ. മനുഷ്യനിൽ തൈറോയ്ഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കഴുത്തിൽ. ഓർമ്മിക്കണം, മനുഷ്യനിൽ തൈറോയ്ഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കഴുത്തിൽ. ഒരു AC DC ആക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഡയോഡ്. ഓർമ്മിക്കണം, ഒരു AC DC ആക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഡാഷാണ്? ഡയോഡ്.
പെരിസ്കോപ്പ് എന്ന തത്വത്തിൻ്റെ ഏത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? പ്രതിഫലനവും അപവർത്തനവും. ഓർമ്മിക്കണം, പെരിസ്കോപ്പ് ഏത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? പ്രതിഫലനവും അപവർത്തനവും. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ബ്രേക്ക് ഏത് തത്വത്തിൻ്റെ? ഓർമ്മിക്കണം, പാസ്കൽ നിയമമാണ്. ഓർമ്മിക്കണം, വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ബ്രേക്ക് ഏത് തത്വത്തിൻ്റെ നേരിട്ടുള്ള പ്രയോഗമാണ്? പാസ്കൽ നിയമം. ജനിക്കുമ്പോൾ ഒരു കുട്ടിയുടെ ശരീരത്തിൽ ആകെ എത്ര അസ്ഥി കാണും? 300ഓളം. ഓർമ്മിക്കണം, ജനിക്കുമ്പോൾ ഒരു കുട്ടിയുടെ ശരീരത്തിൽ ഏകദേശം എത്രത്തോളം അസ്ഥി കാണും? 300 എണ്ണം. ആനയുടെ ഹൃദയം ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം സ്പന്ദിക്കും? 25. ഓർമ്മിക്കണം, ആനയുടെ ഹൃദയം ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം സ്പന്ദിക്കും? 25. പേപ്പട്ടി വിഷബാധയ്ക്കുള്ള പ്രതിവിധിയായ റാബിക്സ് വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ലൂയി പാസ്റ്റർ ഏത് വർഷമാണ് കണ്ടുപിടിച്ചത്? 1885. പേപ്പട്ടി വിഷബാധയ്ക്കുള്ള പ്രതിവിധിയായ റാബിക്സ് വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ലൂയി പാസ്റ്റർ ഏത് വർഷമാണ് കണ്ടുപിടിച്ചത്? 1885. ജീൻ ആദ്യമായി വേർതിരിച്ച ശാസ്ത്രജ്ഞനാരാണ്? ഹർഗോവിന്ദ് ഖുരാന. ഓർമ്മിക്കണം, ജീൻ ആദ്യമായി വേർതിരിച്ച സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനാരാണ്? ഹർഗോവിന്ദ് ഖുരാന. സൺബേൺ ഉണ്ടാകുന്നതിനുള്ള കാരണം ഡേഷ് കിരണമാണ്? അൾട്രാ വയലറ്റ്. ഓർമ്മിക്കണം, സൺബേൺ കിരണം ഉണ്ടാകുന്നതിനുള്ള കാരണം ഡേഷ് കിരണമാണ്? അൾട്രാ വയലറ്റ് കിരണം. കുക്കിംഗ് ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രോ കാർബൺ ഏതാണ്? ബ്യൂട്ടൈൻ. ഓർമ്മിക്കണം, കുക്കിംഗ് ഗ്യാസിലൂടെ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രോ കാർബൺ ഏതാണ്? ബ്യൂട്ടൈൻ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ ഡാഷ് എന്ന് പറയുന്നു ഊർജ്ജം. ഓർമ്മിക്കണം, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ ഡാഷ് എന്ന് പറയുന്നു ഊർജ്ജം. റഡാറിൻ്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത് ഡാഷ് തരംഗമാണ്? റേഡിയോ തരംഗം. ഓർമ്മിക്കണം, റഡാറിൻ്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത് ഡാഷ് തരംഗമാണ്? റേഡിയോ തരംഗം. അമീബയ്ക്ക് എത്ര കോശങ്ങളുണ്ട്? 1. ഓർമ്മിക്കണം, ഏകകോശ ജീവി ഏതാണ്? അമീബ. ഐസ് പ്ലാന്റിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അമോണിയ. ഓർമ്മിക്കണം, ഐസ് പ്ലാന്റിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? അമോണിയ. ഹീമോഗ്ലോബിൻ ഒരു ഡാഷ് ആണ്? ഒരു പ്രോട്ടീൻ. ഓർമ്മിക്കണം, ഹീമോഗ്ലോബിനിൽ ഒരു ഡാഷ് ആകുന്നു ഒരു പ്രോട്ടീനാണ്. സൂര്യപ്രകാശ സ്പെക്ട്രത്തിലെ ആവൃത്തി ഏറ്റവും കുറഞ്ഞ വർണ്ണം ഏതാണ്? ഓർമ്മിക്കണം, സൂര്യപ്രകാശ സ്പെക്ട്രത്തിലെ ആവൃത്തി ഏറ്റവും കുറവുള്ള വർണ്ണം ഏതാണ്? ചുവപ്പ്. ക്രയോജനിക് എഞ്ചിനുകൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? റോക്കറ്റ് സാങ്കേതികവിദ്യ. ഓർമ്മിക്കണം, ക്രയോജനിക് എഞ്ചിനുകൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? റോക്കറ്റ് സാങ്കേതികവിദ്യ. വേനൽക്കാലങ്ങളിൽ ക്ലോക്കിലെ സമയം വേഗത്തിലാവുന്നു. ഓർമ്മിക്കണം, വേനൽക്കാലങ്ങളിൽ ക്ലോക്കിലെ സമയം വേഗത്തിലാവുന്നു. മൂടൽ മഞ്ഞുള്ളപ്പോൾ വാഹനങ്ങൾ ഡാഷ് നിറത്തിലുള്ള ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുന്നു? മഞ്ഞ. മൂടൽ മഞ്ഞുള്ളപ്പോൾ വാഹനങ്ങൾ ഡാഷ് നിറത്തിലുള്ള ഹെഡ് ലാമ്പുകൾ ഉപയോഗിക്കുന്നു? മഞ്ഞ. യൂണിറ്റ് സമയം കൊണ്ട് ചെയ്യപ്പെടുന്ന പ്രവൃത്തിയുടെ നിരക്കിന് ഡാഷ് എന്ന് പറയുന്നു? പവർ. ഓർമ്മിക്കണം, യൂണിറ്റ് സമയം കൊണ്ട് ചെയ്യപ്പെടുന്ന പ്രവൃത്തിയുടെ നിരക്കിന് ഡാഷ് എന്ന് പറയുന്നത് പവർ. മയോപ്പിയ എന്ന രോഗത്തിന് ഏത് ലെൻസാണ് ഉപയോഗിക്കുന്നത്? കോൺകേവ്. ഓർമ്മിക്കണം, മയോപ്പിയ എന്ന രോഗത്തിന് ഏത് ലെൻസാണ് ഉപയോഗിക്കുന്നത്? കോൺകേവ്. ഏതിൻ്റെ അഭാവം മൂലമാണ് ഗോയിറ്റർ രോഗം ഉണ്ടാകുന്നത്? അയഡിൻ. ഓർമ്മിക്കണം, ഏതിൻ്റെ അഭാവം മൂലമാണ് ഗോയിറ്റർ രോഗം ഉണ്ടാകുന്നത്? അയഡിൻ. വൈറ്റമിൻ എ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് ഏത് ഭക്ഷ്യപദാർത്ഥത്തിലാണ്? ക്യാരറ്റ്. ഓർമ്മിക്കണം, വൈറ്റമിൻ എ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ഏത് പദാർത്ഥത്തിലാണ്? ക്യാരറ്റ്. ചിറകില്ലാത്ത ഒരേ ഒരു ഷഡ്പദം ഏതാണ്? മൂട്ട. ഓർമ്മിക്കണം, ചിറകില്ലാത്ത ഒരേ ഒരു ഷഡ്പദം ഏതാണ്? മൂട്ട. രാമൻ എഫക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രകാശം. ഓർമ്മിക്കണം, രാമൻ എഫക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രകാശം. ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? സ്റ്റീൽ. ഓർമ്മിക്കണം, ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? സ്റ്റീൽ. വൈദ്യുതകാന്തം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? വൈദ്യുത ബെൽ. വൈദ്യുത കാന്തം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? വൈദ്യുത ബെല്ല്. സൂര്യനിൽ പ്രധാനമായും ഉള്ള വാതകം ഏതാണ്? ഹൈഡ്രജൻ. ഓർമ്മിക്കണം, സൂര്യനിൽ പ്രധാനമായും ഉള്ള വാതകം ഏതാണ്? ഹൈഡ്രജൻ. ഇലക്ട്രിക് ഇസ്ത്രിയുടെയും ഇലക്ട്രിക് ഹീറ്ററിൻ്റെയും താപചാലകം എന്ത് കമ്പികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? നിക്രോം. ഓർമ്മിക്കണം, ഇലക്ട്രിക് ഇസ്ത്രിയുടെയും ഇലക്ട്രിക് ഹീറ്ററിൻ്റെയും താപചാലകം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? നിക്രോം. ഒരു വൈദ്യുത സർക്യൂട്ടിൽ കൂടി അമിതമായി വൈദ്യുതി പ്രവഹിച്ചു ഉപകരണങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാകാതെ തടയുന്നതിനുള്ള ഉപായം ഏതാണ്? ഫ്യൂസ്. ഒരു വൈദ്യുത സർക്യൂട്ടിൽ കൂടി അമിതമായി വൈദ്യുതി പ്രവഹിച്ചു ഉപകരണങ്ങൾക്ക് നാശനഷ്ടം വരുത്താതെ തടയാനുള്ള ഒരു ഉപാധിയാണ് ഫ്യൂസ്. 1 കിലോ വാട്ട് എത്രയാണ്? 1000 വാട്ട്സ്. ഓർമ്മിക്കണം, 1 കിലോ വാട്ട് എത്രയാണ്? 1000 വാട്ട്സ്. സിഗ്നൽ ലാമ്പുകൾക്ക് ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ചുവപ്പ്. ഓർമ്മിക്കണം, സിഗ്നൽ ലാമ്പുകൾക്ക് ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ചുവപ്പ്. വെള്ളം ഐസാകുന്ന താപനില എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. ഓർമ്മിക്കണം, വെള്ളം ഐസാകുന്ന താപനില എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. വിളക്കിലെ തിരി എണ്ണ വലിച്ചെടുക്കുന്നത് ഡാഷ് തത്വമാണ്? കേശികത്വം. ഓർമ്മിക്കണം, വിളക്കിലെ തിരി എണ്ണ വലിച്ചെടുക്കുന്നത് ഡാഷ് തത്വമാണ്? കേശികത്വം. വൈദ്യുത കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? പച്ചിരുമ്പ്. ഓർമ്മിക്കണം, വൈദ്യുത കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? പച്ചിരുമ്പ്. ഏത് വ്യവസായത്തിനാണ് മൈക്ക ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക്കൽ. ഓർമ്മിക്കണം, ഏത് വ്യവസായത്തിനാണ് മൈക്ക് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക്കൽ. മഗ്നീഷ്യം കമ്പ് വായുവിൽ കത്തുമ്പോൾ ലഭിക്കുന്ന വെളുത്ത പദാർത്ഥം ഏതാണ്? മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം കമ്പി വായുവിൽ കത്തുമ്പോൾ ലഭിക്കുന്ന വെളുത്ത പദാർത്ഥം ഏതാണ്? മഗ്നീഷ്യം ഓക്സൈഡ്. ബലൂണുകളിൽ നിറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന പ്രവർത്തനരഹിതമായ വാതകം ഏതാണ്? ഹീലിയം. ഓർമ്മിക്കണം, ബലൂണുകളിൽ നിറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന പ്രവർത്തനരഹിതമായ വാതകം ഏതാണ്? ഹീലിയം. സോപ്പ് വളരെ വേഗം പതയുവാൻ സഹായിക്കുന്നത് കിണർ ജലം. ഓർമ്മിക്കണം, സോപ്പ് വളരെ വേഗം പതയുവാൻ സഹായിക്കുന്നത് ഡാഷ് ജലമാണ്? കിണർ ജലം.
മഴവില്ലുണ്ടാകാനുള്ള കാരണം പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസമാണ്? പ്രകീർണനം. ഓർമ്മിക്കണം, മഴവില്ലുണ്ടാകാനുള്ള പ്രധാന കാരണം പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസമാണ്? പ്രകീർണനം. മഴവില്ലിൻ്റെ പുറം വക്കിൽ കാണപ്പെടുന്ന നിറം ഏതാണ്? ചുവപ്പ്. ഓർമ്മിക്കണം, മഴവില്ലിൻ്റെ പുറം വക്കിൽ കാണപ്പെടുന്ന നിറം ഏതാണ്? ചുവപ്പ്. സ്വേദനം വഴി സംസ്കരിക്കപ്പെടുന്ന ഒരു ലോഹം ഏതാണ്? സിങ്ക്. ഓർമ്മിക്കണം, സ്വേദനം വഴി സംസ്കരിക്കപ്പെടുന്ന ഒരു ലോഹം ഏതാണ്? സിങ്ക്. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? വജ്രം. ഓർമ്മിക്കണം, ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? വജ്രം. എലിവിഷത്തിൻ്റെ രാസനാമം ഏതാണ്? സിങ്ക് ഫോസ്ഫേറ്റ്. ഓർമ്മിക്കണം, എലിവിഷത്തിൻ്റെ രാസനാമം ഏതാണ്? സിങ്ക് ഫോസ്ഫേറ്റ്. ഗോബർ ഗ്യാസിൻ്റെ പ്രധാന ഘടകം ഏതാണ്? മീഥേൻ. ഓർമ്മിക്കണം, ഗോബർ ഗ്യാസിൻ്റെ പ്രധാന ഘടകം ഏതാണ്? മീഥേൻ. ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ്. ഓർമ്മിക്കണം, ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ്. അമാൽഗമിൽ എല്ലായ്പ്പോഴും കാണുന്ന ലോഹം ഏതാണ്? മെർക്കുറി. ഓർമ്മിക്കണം, അമാൽഗമയിൽ എല്ലായ്പ്പോഴും കാണപ്പെടുന്ന ലോഹം ഏതാണ്? മെർക്കുറി. ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ഏതാണ്? കൺപോളയിലെ പേശി. ഓർമ്മിക്കണം, ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ഏതാണ്? കൺപോളയിലെ പേശി. ശരീരോഷ്മാവ്, ലൈംഗികത, വിശപ്പ്, ദാഹം ഇവയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ഹൈപ്പോതലാമസ്. ഓർമ്മിക്കണം, ശരീരോഷ്മാവ്, ലൈംഗികത, വിശപ്പ്, ദാഹം ഇവയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ഹൈപ്പോതലാമസ്. ചിന്തയുടെ ഉറവിടമായ മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രം. ഓർമ്മിക്കണം, ചിന്തയുടെ ഉറവിടമായ മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രം. ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O പോസിറ്റീവ്. ഓർമ്മിക്കണം, ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O പോസിറ്റീവ്. തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ടിൻ്റെ ഡാഷ് എന്ന് പറയുന്നു ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓർമ്മിക്കണം, തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ടിൻ്റെ ഡാഷ് എന്ന് പറയുന്നു ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഏത് ദ്രാവകമാണ് തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത്? രസം. ഓർമ്മിക്കണം, ഏത് ദ്രാവകമാണ് തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത്? രസം. ഒരു സാധാരണ ടോർച്ച് സെല്ലിൻ്റെ ശക്തി അല്ലെങ്കിൽ വോൾട്ട് എത്രയാണ്? 1.5 വോൾട്ട്. ഒരു സാധാരണ ടോർച്ച് സെല്ലിൻ്റെ വോൾട്ട് എത്രയാണ്? 1.5 വോൾട്ട്. വൈദ്യുതിയുടെ വ്യാവസായിക യൂണിറ്റ് ഏതാണ്? കിലോ വാട്ട് അവർ. ഓർമ്മിക്കണം, വൈദ്യുതിയുടെ വ്യാവസായിക യൂണിറ്റ് ഏതാണ്? കിലോ വാട്ട് അവർ. വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻറ്റ് ഡാഷ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ടങ്സ്റ്റൺ. ഓർമ്മിക്കണം, വൈദ്യുത ഫിലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഫിലമെൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോഹമാണ്? ടങ്സ്റ്റൺ. ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്? ഓർമ്മിക്കണം, ഇലക്ട്രോണിൻ്റെ ചാർജ് ഏതാണ്? നെഗറ്റീവ്. സാമ്യമുള്ളതിനെ സുഖപ്പെടുത്തുന്ന എന്ന തത്വം ആധാരമാക്കിയുള്ള ചികിത്സാ സമ്പ്രദായം ഏതാണ്? ഹോമിയോപ്പതി. ഓർമ്മിക്കണം, സാമ്യമുള്ളതിനെ തന്നെ സുഖപ്പെടുത്തുന്നു എന്ന തത്വം ആധാരമാക്കിയുള്ള ചികിത്സാ സമ്പ്രദായം ഏതാണ്? ഹോമിയോപ്പതി. സൂപ്പർ ഫ്ലൂയിഡിറ്റി സ്വഭാവം പ്രകടിപ്പിക്കുന്ന ദ്രാവകം ഏതാണ്? ഹീലിയം ദ്രാവകം. ഓർമ്മിക്കണം, സൂപ്പർ ഫ്ലൂയിഡിറ്റി സ്വഭാവം പ്രകടിപ്പിക്കുന്ന ദ്രാവകം ഏതാണ്? ഹീലിയം ദ്രാവകം. സ്വയം സ്ഥിരമായ മാറ്റത്തിന് വിധേയമാകാതെ ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന പദാർത്ഥങ്ങളെ ഡാഷ് എന്ന് പറയുന്നു ഉൽപ്രേരകങ്ങൾ. ഓർമ്മിക്കണം, സ്വയം സ്ഥിരമായ മാറ്റത്തിന് വിധേയമാകാതെ ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന പദാർത്ഥങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു ഉൽപ്രേരകങ്ങൾ. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് എന്നിവ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഇരുമ്പ്. ഓർമ്മിക്കണം, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഇരുമ്പ്. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ്? ലിഥിയം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ്? ലിഥിയം. ജീവിതത്തിൽ ഒരിക്കൽ വെള്ളം കുടിക്കാത്ത ജീവി ഏതാണ്? കങ്കാരു എലി. ഓർമ്മിക്കണം, ജീവിതത്തിൽ ഒരിക്കൽ പോലും വെള്ളം കുടിക്കാത്ത ജീവി ഏതാണ്? കങ്കാരു എലി. അമീബ ഒരു ഡാഷാണ്, ഒരു ജീവി അല്ലെങ്കിൽ ജന്തു. ഒരു ഗ്ലാസ് പ്രസത്തിലൂടെ പ്രകാശം കടക്കുമ്പോൾ ഏതിന പ്രകാശരശ്മിയാണ് ഏറ്റവും അധികം വളയുന്നത്? വയലറ്റ്. ഓർമ്മിക്കണം, ഒരു ഗ്ലാസ് പ്രസത്തിലൂടെ പ്രകാശം കടക്കുമ്പോൾ ഏതിന പ്രകാശരശ്മിയാണ് ഏറ്റവും അധികം വളയുന്നത്? വയലറ്റ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓർമ്മിക്കണം, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. നൈട്രജനും ഹൈഡ്രജനും ചേർന്നുണ്ടാകുന്ന സംയുക്തം ഏതാണ്? അമോണിയ. ഓർമ്മിക്കണം, നൈട്രജനും ഹൈഡ്രജനും ചേർന്നുണ്ടാകുന്ന സംയുക്തം ഏതാണ്? അമോണിയ. രണ്ട് ആൻറ്റിബോഡികളും ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? എ ബി. ഓർമ്മിക്കണം, രണ്ട് ആൻറ്റിബോഡികളും ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? എ ബി. എൻസൈം ഇല്ലാത്ത ദഹനരസം ഏതാണ്? പിത്തരസം. ഓർമ്മിക്കണം, എൻസൈം ഇല്ലാത്ത ദഹനരസം ഏതാണ്? പിത്തരസം. റോക്കറ്റുകളിൽ ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദ്രാവക പ്രൊപ്പലൻ്റ് ഏതാണ്? ദ്രവ ഹൈഡ്രജൻ. ഓർമ്മിക്കണം, റോക്കറ്റുകളിൽ ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനമായ ദ്രാവക പ്രൊപ്പലൻ്റ് ഏതാണ്? ദ്രാവക ഹൈഡ്രജൻ. ഡൈനാമിറ്റിൽ അടങ്ങിയിരിക്കുന്ന സ്ഫോടക വസ്തു ഏതാണ്? ട്രൈനൈട്രടൊളുവിൻ. ഓർമ്മിക്കണം, ഡൈനാമിറ്റിൽ അടങ്ങിയിരിക്കുന്ന സ്ഫോടക വസ്തു ഏതാണ്? ട്രൈനൈട്രടൊളുവിൻ. ലിക്വേഷൻ പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം ഏതാണ്? മെഗ്നീഷ്യം. ഓർമ്മിക്കണം, ലിക്വേഷൻ പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം ഏതാണ്? മെഗ്നീഷ്യം. മുട്ടയുടെ പുറന്തോട്ടിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? കാൽസ്യം കാർബണേറ്റ്. ഓർമ്മിക്കണം, മുട്ടയുടെ പുറന്തോട്ടിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? കാൽസ്യം കാർബണേറ്റ്. ഓസോൺ വാതകത്തിൻ്റെ നിറം ഏതാണ്? നീല. ഓർമ്മിക്കണം, ഓസോൺ വാതകത്തിൻ്റെ നിറം ഏതാണ്? നീല. ക്യാൻസർ രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ്? തോറിയം. ഓർമ്മിക്കണം, ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ്? തോറിയം. ബ്രോമിൻ ലൈനിൻ്റെ നിറം ഏതാണ്? ചുവപ്പ്. ഓർമ്മിക്കണം, ബ്രോമിൻ ലൈനിൻ്റെ നിറം ഏതാണ്? ചുവപ്പ്. ഒരു ലോഹം ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. ഒരു ലോഹം ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ.
തീപ്പട്ടി വ്യവസായത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ഫോസ്ഫറസ്. ഓർമ്മിക്കണം, തീപ്പട്ടി വ്യവസായത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ഫോസ്ഫറസ്. ജലത്തിൻ്റെ സാന്ദ്രത എത്രയാണ്? 1 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ഓർമ്മിക്കണം, ജലത്തിൻ്റെ സാന്ദ്രത എത്രയാണ്? 1 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഫോട്ടോഗ്രാഫിയിൽ ഓർമ്മിക്കണം, ഫിലിമിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? വെള്ളി. ഫോട്ടോഗ്രാഫി ഫിലിമിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? വെള്ളി. പ്രകാശ പ്രകീർണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പ്രിസം. ഓർമ്മിക്കണം, പ്രകാശ പ്രകീർണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പ്രിസം. എല്ലാ അമ്ലങ്ങളിലും പൊതുവായിട്ടുള്ള മൂലകം ഏതാണ്? ഓർമ്മിക്കണം, പൊതുവായിട്ടുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ. മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പിറ്റ്യൂട്ടറി. ഓർമ്മിക്കണം, മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പിറ്റ്യൂട്ടറി. ജലം വൈദ്യുത വിശ്ലേഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വോൾട്ടാമീറ്റർ. ഓർമ്മിക്കണം, ജലം വൈദ്യുത വിശ്ലേഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വോൾട്ടാമീറ്റർ. ഒരു ലായനിയുടെ pH മൂല്യം 7 ആണെങ്കിൽ അത് ഡാഷാണ്, ന്യൂട്രൽ. ഓർമ്മിക്കണം, ഒരു ലായനിയുടെ pH മൂല്യം 7 ആണെങ്കിൽ ആ ലൈൻ ഏതാണ്? ന്യൂട്രൽ. വിദൂര വസ്തുക്കളുടെ വ്യക്തമായ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ്. ഓർമ്മിക്കണം, വിദൂര വസ്തുക്കളുടെ വ്യക്തമായ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ്. ജലത്തിൽ ഏറ്റവും അധികം ലയിക്കുന്ന വാതകം ഏതാണ്? അമോണിയ. ഓർമ്മിക്കണം, ജലത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും അധികം ലയിക്കുന്ന വാതകം ഏതാണ്? അമോണിയ. വായുവിൽ പുകയുന്ന ഒരു വാതകം ഏതാണ്? ഹൈഡ്രജൻ ക്ലോറൈഡ്. ഓർമ്മിക്കണം, വായുവിൽ പുകയുന്ന ഒരു വാതകം ഏതാണ്? ഹൈഡ്രജൻ ക്ലോറൈഡ്. പെയിൻറ് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന അപൂർവ ലോഹം ഏതാണ്? ടൈറ്റാനിയം. ഓർമ്മിക്കണം, പെയിൻറ് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന അപൂർവ ലോഹം ഏതാണ്? ടൈറ്റാനിയം. സാധാരണ ടൂത്ത് പേസ്റ്റിൽ ഏത് രാസവസ്തുവാണ് ഉപയോഗിച്ചിരിക്കുന്നത്? കാൽസ്യം ഫ്ലൂറൈഡ്. ഓർമ്മിക്കണം, സാധാരണ ടൂത്ത് പേസ്റ്റിൽ ഏത് രാസപദാർത്ഥമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? കാൽസ്യം ഫ്ലൂറൈഡ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ. ഓർമ്മിക്കണം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ. ന്യൂക്ലിയർ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? യുറേനിയം. ഓർമ്മിക്കണം, ന്യൂക്ലിയർ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? യുറേനിയം. BCG എടുക്കുന്നത് ഏതിനെ പ്രതിരോധിക്കാനാണ്? ട്യൂബർകുലോസിസ്. ഓർമ്മിക്കണം, BCG എടുക്കുന്നത് ഏതിനെ പ്രതിരോധിക്കാനാണ്? ട്യൂബർകുലോസിസ്. ഇന്ത്യയുടെ ഔഷധ വ്യവസായ രംഗത്ത് കുതിച്ചുചാട്ടം ഉണ്ടാക്കിയ നിയമം ഏതാണ്? പേറ്റന്റ് നിയമം. ഓർമ്മിക്കണം, ഇന്ത്യയുടെ ഔഷധ വ്യവസായ രംഗത്ത് കുതിച്ചുചാട്ടം ഉണ്ടാക്കിയ നിയമം ഏതാണ്? പേറ്റന്റ് നിയമം. എക്സ്റേ കണ്ടുപിടിച്ചതാരാണ്? റോങ്ചൻ. ഓർമ്മിക്കണം, എക്സ്റേ കണ്ടുപിടിച്ചതാരാണ്? റോങ്ചൻ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ്. ഓർമ്മിക്കണം, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ്. ഭക്ഷ്യയോഗ്യമായ കുമിൾ അല്ലെങ്കിൽ കൂൺ ഏതാണ്? അഗാരിക്കസ്. ഓർമ്മിക്കണം, ഭക്ഷ്യയോഗ്യമായ കൂൺ ഏതാണ്? അഗാരിക്കസ്. എലിപ്പിനി ഉണ്ടാക്കുന്ന രോഗം ഏതാണ്? ലെപ്റ്റോസ്പൈറോ ഹെട്ര ഹെമറാജിക്ക. ഓർമ്മിക്കണം, എലിപ്പിനി ഉണ്ടാക്കുന്ന രോഗമാണ് ഏതാണ്? ലെപ്റ്റോസ്പൈറോ ഹെട്ര ഹെമറാജിക്ക. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ക്ഷയം. ഓർമ്മിക്കണം, വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ക്ഷയം. ദ്രാവക സ്വർണം എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏതാണ്? പെട്രോളിയം. ഓർമ്മിക്കണം, ദ്രാവക സ്വർണം എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏതാണ്? പെട്രോളിയം. ഹോർമോണായി കണക്കാക്കപ്പെടുന്ന വൈറ്റമിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ. തരംഗദൈർഘ്യം കൂടുതലുള്ള നിറം ഏതാണ്? ചുവപ്പ്. ഓർമ്മിക്കണം, തരംഗദൈർഘ്യം കൂടുതലുള്ള നിറം ഏതാണ്? ചുവപ്പ്. ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. ഓർമ്മിക്കണം, ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. ദ്രാവക രൂപത്തിലുള്ള ലോഹം ഏതാണ്? മെർക്കുറി അല്ലെങ്കിൽ രസം. ഓർമ്മിക്കണം, ദ്രാവക രൂപത്തിലുള്ള ലോഹം ഏതാണ്? മെർക്കുറി അല്ലെങ്കിൽ രസം. സാഡ്സ് നേരിട്ട് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ശ്വാസകോശത്തെയും ശ്വാസനാളത്തെയുമാണ്. സാഡ്സ് രോഗം നേരിട്ട് ബാധിക്കുന്ന ശരീരഭാഗം ഏതൊക്കെയാണ്? ശ്വാസകോശത്തെയും ശ്വാസനാളത്തെയും. ആൺകൊതുകിൻ്റെ പ്രധാന ആഹാരം ഏതാണ്? തേനും പഴച്ചാറും. ഓർമ്മിക്കണം, ആൺകൊതുകിൻ്റെ പ്രധാന ആഹാരം ഏതാണ്? തേനും പഴച്ചാറും. ഇൻസുലിൻ ഉപയോഗിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ്. ഓർമ്മിക്കണം, ഇൻസുലിൻ ഉപയോഗിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ്. ഉമിനീർ ഏത് ഭക്ഷ്യ ഘടകത്തിന് മേലാണ് പ്രവർത്തിക്കുന്നത്? അന്നജം. ഓർമ്മിക്കണം, ഉമിനീർ ഏത് ഭക്ഷ്യ ഘടകത്തിന് മേലാണ് പ്രവർത്തിക്കുന്നത്? അന്നജം. പേപ്പട്ട് വിഷത്തിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ചാറാണ്? ലൂയി പാസ്റ്റർ. ഓർമ്മിക്കണം, പേപ്പട്ട് വിഷത്തിന് മേലുള്ള പ്രതിവിധി കണ്ടുപിടിച്ചാറാണ്? ലൂയി പാസ്റ്റർ. ഏതിനാണ് ഏറ്റവും അധികം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത്? ചെറുനാരങ്ങ. പരീക്ഷയ്ക്ക് തിരിച്ചു ചോദിക്കാനാണ്. ചെറുനാരങ്ങ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി. തുടയിലെ ശരീരശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത് ബീമർ. ഓർമ്മിക്കണം, തുടയസ്ഥയുടെ മറ്റൊരു പേരാണ് ബീമർ. ആർത്രൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ജോയിൻസ് അല്ലെങ്കിൽ സന്ധികളെയാണ്. ഓർമ്മിക്കണം, ആർത്രൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം സന്ധി. ഫോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? മീഥൈൻ ഐസോസൈനേറ്റ്. ഓർമ്മിക്കണം, ഫോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? മീഥൈൻ ഐസോസൈനേറ്റ്. കണ്ണുനീരിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ. ഓർമ്മിക്കണം, കണ്ണിൻ്റെ അല്ലെങ്കിൽ കണ്ണുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തെ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ. വിളർച്ച ഉണ്ടാകുന്നത് ഏതിൻ്റെ അഭാവം മൂലമാണ്? ഇരുമ്പ്. ഓർമ്മിക്കണം, വിളർച്ച ഉണ്ടാകുന്നത് ഏതിൻ്റെ അഭാവം മൂലമാണ്? ഇരുമ്പ്. എൻഡോസൾഫാൻ എന്ന കീടനാശിനി രോഗം വിതച്ചത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. ഓർമ്മിക്കണം, എൻഡോസൾഫാൻ എന്ന കീടനാശിനി രോഗം വിതച്ചത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. ലോകത്തിൽ ഏറ്റവും അധികം ക്ഷയരോഗങ്ങളുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. സാഡ്സ് എന്ന രോഗം പകരുന്നത് എങ്ങനെയാണ്? വായുവിലൂടെ. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗം ഏതാണ്? ഹീമോഫീലിയ. ഗ്യാസ് കുക്കറിൻ്റെ ജ്വാലയുടെ താപനില എത്രയാണ്? 600 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഓർമ്മിക്കണം, സെൽഷ്യസ്. ഓർമ്മിക്കണം, ഗ്യാസ് കുക്കറിൻ്റെ ജ്വാലയുടെ താപനില എത്രയാണ്? 600 ഡിഗ്രി സെൽഷ്യസ്.
റബ്ബർ പാൽ കട്ടിയാക്കാൻ വേണ്ടി ചേർക്കുന്ന ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ്. ഓർമ്മിക്കണം, റബ്ബർ പാൽ കട്ടിയാക്കാൻ വേണ്ടി ചേർക്കുന്ന ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ്. ഒട്ടകത്തിൻ്റെ ഓരോ കാലിലും എത്ര വിരലുകളാണുള്ളത്? 2. ഓർമ്മിക്കണം, ഒട്ടകത്തിൻ്റെ ഓരോ കാലിലും എത്ര വിരലുകളാണുള്ളത്? 2. സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് തരംഗങ്ങളെ വലിച്ചെടുക്കാൻ ശേഷിയുള്ള അന്തരീക്ഷ വായുവിലെ ഘടകം ഏതാണ്? ഓസോൺ. ഓർമ്മിക്കണം, സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് തരംഗങ്ങളെ വലിച്ചെടുക്കാൻ ശേഷിയുള്ള അന്തരീക്ഷ വായുവിലെ ഘടകം ഏതാണ്? ഓസോൺ. മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യ ലോഹം ഏതാണ്? ചെമ്പ്. ഓർമ്മിക്കണം, മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യ ലോഹം ഏതാണ്? ചെമ്പ്. ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജീവി ഏതാണ്? നീലത്തിമിംഗലം. ഓർമ്മിക്കണം, ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജീവി ഏതാണ്? നീലത്തിമിംഗലം. തുറന്ന ഹൃദയ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറിയുടെ ഉപജ്ഞാതം എന്നറിയപ്പെടുന്നത് ക്രിസ്റ്റീൻ ബർണാഡ്. ഓർമ്മിക്കണം, തുറന്ന ഹൃദയ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറിയുടെ ഉപജ്ഞാതം എന്നറിയപ്പെടുന്നത് ക്രിസ്റ്റീൻ ബർണാഡ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാരാണ്? ജെ തോംസൺ. ഓർമ്മിക്കണം, ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാരാണ്? ജെ തോംസൺ. ദ്രാവകം ഗോളാകൃതി പ്രാപിക്കാൻ കാരണം ഡേഷാണ്? പ്രതലബലം. ഓർമ്മിക്കണം, ദ്രാവകം ഗോളാകൃതി പ്രാപിക്കാൻ കാരണം ഡേഷാണ്? പ്രതലബലം. ക്ലോണിങ്ങിലൂടെ ആദ്യമായി ജനിച്ച ചെമ്മരിയാടിൻ്റെ പേര് ഡോളി. ഓർമ്മിക്കണം, ക്ലോണിങ്ങിലൂടെ ആദ്യമായി ജനിച്ച ചെമ്മരിയാടിൻ്റെ പേര് ഡോളി. മനുഷ്യ ശരീരത്തിൽ എവിടെ വച്ചാണ് രക്തം ഉൽപ്പാദിപ്പിക്കുന്നത്? അസ്ഥിപജ്ഞ അല്ലെങ്കിൽ ബോൺമാരോ. ഓർമ്മിക്കണം, മനുഷ്യ ശരീരത്തിൽ എവിടെ വച്ചാണ് രക്തം ഉൽപ്പാദിപ്പിക്കുന്നത്? അസ്ഥിപജ്ഞ അല്ലെങ്കിൽ ബോൺമാരോ. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി. ഓർമ്മിക്കണം, അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി. മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് എത്രയാണ്? 60 മുതൽ 65% വരെ. ഓർമ്മിക്കണം, മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് എത്രയാണ്? 60 മുതൽ 65% വരെ. ട്രാൻസ്ഫോമറിൻ്റെ ഉപയോഗം എന്നാണ്? കുറഞ്ഞ വോൾട്ടേജ് കൂടിയ വോൾട്ടേജ് ആക്കാൻ. ഓർമ്മിക്കണം, ട്രാൻസ്ഫോമറിൻ്റെ ഉപയോഗം എന്നാണ്? കുറഞ്ഞ വോൾട്ടേജ് കൂടിയ വോൾട്ടേജ് ആക്കാൻ. ഉള്ളിൽ കഴിക്കാനുള്ള പോളിയോ വാക്സിൻ അല്ലെങ്കിൽ ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചതാരാണ്? ആൽബർട്ട് സാബിൻ. ഓർമ്മിക്കണം, ഉള്ളിൽ കഴിക്കുവാനുള്ള പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചതാരാണ്? ആൽബർട്ട് സാബിൻ. ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് നിലനിൽക്കുന്ന ഘടകം ഏതാണ്? ഇൻസുലിൻ. ഓർമ്മിക്കണം, ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് നിലനിർത്തുന്ന ഘടകം ഏതാണ്? ഇൻസുലിൻ. ക്വാണ്ടം സിദ്ധാന്തം അല്ലെങ്കിൽ ക്വാണ്ടം സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? മാക്സ് പ്ലാങ്ക്. ഓർമ്മിക്കണം, ക്വാണ്ടം സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? മാക്സ് പ്ലാങ്ക്. പ്രായപൂർത്തിയായ മനുഷ്യനിലുള്ള രക്തത്തിൻ്റെ അളവ് എത്രയാണ്? 5 മുതൽ 6 ലിറ്റർ വരെയാണ്. ഓർമ്മിക്കണം, പ്രായപൂർത്തിയായ മനുഷ്യനിലുള്ള രക്തത്തിൻ്റെ അളവ് എത്രയാണ്? 5 മുതൽ 6 ലിറ്റർ വരെ. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? റൂദർഫോർഡ്. ഓർമ്മിക്കണം, ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവാരാണ്? റൂദർഫോർഡ്. ഒരു ചുവന്ന പൂവ് പച്ച വെളിച്ചത്തിൽ എന്ത് നിറത്തിൽ കാണപ്പെടുന്നു? കറുപ്പ്. ഓർമ്മിക്കണം, കറുപ്പ്. ആഹാരത്തിലെ പോഷകാഹാരങ്ങളിൽ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ച്. ഓർമ്മിക്കണം, ആഹാരത്തിലെ പോഷകാഹാരങ്ങളിൽ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് എവിടെ വെച്ച്? ചെറുകുടലിൽ വെച്ച്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാണ്? ഹെൻറി കാവൻഡിഷ്. ഓർമ്മിക്കണം, ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാണ് ഹെൻറി കാവൻഡിഷ്. ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ്. ഓർമ്മിക്കണം, ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ്. പാറ്റല്ല ഏത് അസ്ഥിയുടെ ശാസ്ത്രീയ നാമമാണ്? മുട്ടുചിരട്ട. ഓർമ്മിക്കണം, പാറ്റല്ല ഏത് അസ്ഥിയുടെ ശാസ്ത്രീയ നാമമാണ്? മുട്ടുചിരട്ട. ജലത്തിനടിയിൽ ശബ്ദമളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഡ്രോഫോൺ. ഓർമ്മിക്കണം, ജലത്തിനടിയിൽ ശബ്ദമളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഡ്രോഫോൺ. എല്ലുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഓസ്റ്റിയോളജി. ഓർമ്മിക്കണം, എല്ലുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഓസ്റ്റിയോളജി. സ്റ്റീൽ എന്ന ലോകസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പ്, കാർബൺ. ഓർമ്മിക്കണം, സ്റ്റീൽ എന്ന ലോകസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പ്, കാർബൺ. ജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7. ഓർമ്മിക്കണം, ജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7. മണ്ണിനെക്കുറിച്ചുള്ള പഠനശാഖ ഏതാണ്? പെഡോളജി. ഓർമ്മിക്കണം, മണ്ണിനെക്കുറിച്ചുള്ള പഠനശാഖ ഏതാണ്? പെഡോളജി. സിൽവർ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ട. ഓർമ്മിക്കണം, സിൽവർ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ട. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ഒരു മൂലകം ഏതാണ്? സോഡിയം, പൊട്ടാസ്യം. ഓർമ്മിക്കണം, മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? സോഡിയം, പൊട്ടാസ്യം. പ്രാണികളെക്കുറിച്ചുള്ള പഠനശാഖയാണ് എൻഡമോളജി. ഓർമ്മിക്കണം, പ്രാണികളെക്കുറിച്ചുള്ള പഠനശാഖ ഏതാണ്? എൻഡമോളജി. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം ഏതാണ്? സോഡിയം, പൊട്ടാസ്യം. ഓർമ്മിക്കണം, വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം ഏതാണ്? സോഡിയം, പൊട്ടാസ്യം. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി. ഓർമ്മിക്കണം, സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി. ഓട്ടോസ്കോപ്പ് എന്ന ഉപകരണം എന്ത് പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു? ചെവി. ഓർമ്മിക്കണം, ഓട്ടോസ്കോപ്പ് എന്ന ഉപകരണം എന്ത് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന? ചെവി. പച്ചക്കറി കൃഷിയെ സംബന്ധിച്ച പഠനശാഖ ഏതാണ്? സിൽവി കൾച്ചർ. ഓർമ്മിക്കണം, പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള പഠനശാഖ ഏതാണ്? സിൽവി കൾച്ചർ. മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളായി വേർതിരിച്ച ശാസ്ത്രജ്ഞനാരാണ്? ലാവോസിയ. ഓർമ്മിക്കണം, മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായി വേർതിരിച്ച ശാസ്ത്രജ്ഞനാരാണ്? ലാവോസിയ. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ടാനിക് ആസിഡ്. ഓർമ്മിക്കണം, തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ടാനിക് ആസിഡ്. ദ്രാവകങ്ങളുടെ ക്വഥനാങ്കം അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് അളക്കുന്ന ഉപകരണം ഏതാണ്? ഹെപ്സോമീറ്റർ. ഓർമ്മിക്കണം, ദ്രാവകങ്ങളുടെ ക്വഥനാങ്കം അല്ലെങ്കിൽ ക്വഥനാങ്കം അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് അളക്കുന്ന ഉപകരണം ഏതാണ്? ഹെപ്സോമീറ്റർ. വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ക്ലോറിൻ. ഓർമ്മിക്കണം, വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ക്ലോറിൻ. സാഡ്സിൻ്റെ മുഴുവൻ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. ഓർമ്മിക്കണം, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം.